ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 6. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് യുവാക്കളായ 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ ബലവാനായ കർത്താവ് എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിൻ്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോയും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ പെട്ടകവുമായി പോരുമ്പോൾ അഹ്യോ പെട്ടകത്തിനു മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമെല്ലാം സരളമരം കൊണ്ടുള്ള സകലവിധ വാദ്യത്തോടും കിന്നരം, വീണ, തപ്പ്, മുരൾ, കൈത്താളം എന്നിവയോടും കൂടെ കർത്തൃമുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാക്കോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ കർത്താവിൻ്റെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ വെച്ച് മരിച്ചു. കർത്താവ് ഉസ്സയെ ശിക്ഷിച്ചത് നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരെസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് കർത്താവിനെ അത്യധികം ഭയപ്പെട്ടു. കർത്താവിൻ്റെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ കർത്താവിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വച്ചു. കർത്താവിൻ്റെ പെട്ടകം ഗിത്യനായ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. കർത്താവ് ഓബേദ് ഏദോമിനെയും അവൻ്റെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം കർത്താവ് ഓബേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവ് അറിഞ്ഞപ്പോൾ ദാവീദ് ചെന്ന് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവൻ ഒരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ കർത്താവിൻ്റെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമെല്ലാം ആർപ്പോടും കാഹളനാദത്തോടും കൂടെ കർത്താവിൻ്റെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ കർത്താവിൻ്റെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കിടക്കുമ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ ജനലിൽ കൂടി നോക്കി. ദാവീദ് രാജാവ് കർത്താവിൻ്റെ മുമ്പാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ടു തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ കർത്താവിൻ്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി ഉണ്ടാക്കിയ കൂടാരത്തിൻ്റെ നടുവിൽ അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു.
ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ ബലവാനായ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിൻ്റെ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം കൊടുത്തു. ജനമെല്ലാം സ്വഭവനത്തിലേക്ക് പോയി. അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റു ചെന്നു. സാധാരണക്കാരനായ ഒരുവൻ സ്വയം അനാവൃതനാകുന്നത് പോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുകെ സ്വയം അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവൻ എന്ന് പറഞ്ഞു. ദാവീദ് മീഖളിനോട് കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം നിസ്സാരനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും എന്ന് പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ ശൗലിൻ്റെ മകളായ മീഖളിന് ജീവാവസാനം വരെ ഒരു കുട്ടിയും ഉണ്ടായില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.